നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ നല്ല നല്ല ടിപ്സ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്പിൽ പറയുന്നത്, നമുക്ക് കുറഞ്ഞ വിലക്കൊക്കെ ഒരുപാട് മീൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരാഴ്ച വരെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനുള്ളൊരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇതാ മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കഴുകൊന്നും ചെയ്യേണ്ട, കഴുകാതെ തന്നെ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഇതുപോലെ ഇങ്ങനെ അടച്ച് വെക്കാൻ പറ്റുന്ന ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ എടുക്കാം കേട്ടോ. നമുക്കിപ്പോൾ 2 ദിവസത്തിനൊക്കെയാണ് മീൻ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ എപ്പോഴും നല്ല രീതിയിൽ കഴുകിയെടുത്ത് മസാലയൊക്കെ പുരട്ടി വെക്കുന്നതാണ് കേട്ടോ നല്ലത്. അങ്ങനെ ആകുമ്പോൾ മസാലയൊക്കെ നല്ല പോലെ പിടിച്ച് കിട്ടും. പക്ഷെ നമുക്ക് ഒരാഴ്ചത്തേക്കൊക്കെയാണ് വേണ്ടതെങ്കിൽ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിതാ മീൻ കഴുകൊന്നും ചെയ്യാതെ ഈ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിലേക്ക് വെക്കുക. ചിലരിതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് വെക്കുന്നത് കണ്ടിട്ടുണ്ട്. ഉപ്പ് ചേർത്താൽ നമ്മൾ എടുക്കുന്ന സമയത്ത് അത് ഉണക്കമീനിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഇങ്ങനെ തന്നെ ചെയ്യായിരിക്കും നല്ലത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഫ്രീസറിലേക്ക് വെക്കുക. അപ്പോൾ എടുക്കുന്ന സമയത്ത് ഇത് പൊടിയാതെ കിട്ടുകയും ചെയ്യും, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നവർ തന്നെ ആയിരിക്കും. പിന്നെ ഇത് ചിക്കനിലും ബീഫിലൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ, ഫ്രഷ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീനൊക്കെ നമ്മൾ കൈ കൊണ്ട് തൊട്ടതിന് ശേഷം അതിൻ്റെ ആ ഒരു ബാഡ് സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ടിപ്സ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു ടിപ്പും കൂടെ കാണിക്കാം. കറിവേപ്പില എടുത്തിട്ട് കയ്യിൽ ഇതുപോലെ ഒന്ന് ഞെരടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കയ്യിലുള്ള ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും. പിന്നെ നമ്മൾ എപ്പോഴും ഉരുളക്കിഴങ്ങ് സൂക്ഷിച്ച് വെക്കുമ്പോൾ നേരിടുന്നൊരു പ്രശ്നമാണ് അതിന് പെട്ടെന്ന് മുള പൊട്ടുക എന്നുള്ളത്. മുള പൊട്ടിക്കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് കഴിക്കാൻ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അങ്ങനെ മുള പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ പുറത്ത് ഉള്ളി വെക്കുന്ന ഒരു സ്റ്റാൻഡിലാണല്ലോ വെക്കുക, സവാളയൊക്കെ വെക്കുന്ന. അപ്പം ഫ്രിഡ്ജിലേക്ക് അങ്ങനെ അധികം വെക്കാറില്ലല്ലോ. അപ്പോൾ ഉള്ളിയുടെ കൂടെ സവാള, ചെറിയ ഉള്ളി അതിൻ്റെയൊക്കെ കൂടെ ഉരുളക്കിഴങ്ങ് വെക്കുമ്പോഴാണ് കേട്ടോ മുള പൊട്ടുക. അപ്പോൾ അങ്ങനെ വെക്കാതിരിക്കുക. അല്ലെങ്കിൽ ഇതുപോലൊരു ആപ്പിൾ അതിൻ്റെ കൂട്ടത്തിൽ വെച്ച് കൊടുക്കുക. ആപ്പിൾ ഇപ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഉള്ളിയുടെ കൂടെ വെക്കാതിരുന്നാലും മുള പൊട്ടുന്നത് ഒരു പരിധി വരെ ഇല്ലാതാക്കാം കേട്ടോ. പിന്നെ നമ്മൾ ചിക്കനും ബീഫൊക്കെ വാങ്ങിച്ച് അത് വൃത്തിയാക്കുന്ന സമയത്ത്, ഞാനിപ്പോൾ ചെയ്യുന്ന സമയത്ത് ഓർമ്മ വന്നപ്പോൾ വീഡിയോ എടുത്തതാണ് കേട്ടോ. വൃത്തിയാക്കുക 2-3 തവണ കഴുകിയതിന് ശേഷം കുറച്ച് ഉപ്പും വിനാഗിരിയും ചേർത്തിട്ടൊരു 5 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെക്കുക ചിക്കന്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് കഴുകിയെടുക്കുകയാണെങ്കിൽ അതിലുള്ള ഒരു ബ്ലഡൊക്കെ നല്ല രീതിയിൽ നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ചിക്കൻ പിന്നെ നമ്മൾ കറി വെക്കാനാണെങ്കിലും പൊരിക്കാനാണെങ്കിലും ഒക്കെ എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടും കൂടെ കിട്ടും കേട്ടോ. അങ്ങനെ വെള്ളത്തിൽ വിനാഗിരി ഒഴിച്ച വെള്ളത്തിലിട്ട് വെച്ചാൽ. പിന്നെ നമ്മളെപ്പോഴും ചിക്കനും ബീഫൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിനിടയിലൊക്കെ ആയിരിക്കും കറിവേപ്പിലൊക്കെ ഫ്രൈ ചെയ്ത് കോരി, അല്ലെങ്കിൽ ലാസ്റ്റ് എല്ലാവരും ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ കറിവേപ്പില അതിൻ്റെ കൂട്ടത്തിൽ ഫ്രൈ ചെയ്തിടുന്ന കണ്ടിട്ടുണ്ട്, ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കറിവേപ്പില ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ആ എണ്ണയ്ക്ക് നല്ല ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ബീഫൊക്കെ വേവിക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ നമ്മുടെ ബീഫിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് കുറച്ച് വിനാഗിരി, അതായത് സുർക്ക ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ബീഫ് നല്ല സോഫ്റ്റ് ആകും കേട്ടോ. പിന്നെ നമ്മൾ പപ്പടം കൊണ്ടൊരു ചെറിയൊരു റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് 2 പപ്പടം ഒരു 3 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് കുതിർന്ന് കിട്ടുമല്ലോ പപ്പടം. അപ്പോൾ പപ്പടം കുതിർത്തെടുത്തതിന് ശേഷം ഇതാ കുതിർത്തെടുത്ത 1 കപ്പ് പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു പപ്പടം കൂടെ ചേർത്തിട്ടുണ്ട്. പപ്പടം കുതിർക്കാനെടുത്ത വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് മെഷർ ചെയ്തപ്പോൾ 1/2 കപ്പാണ് കേട്ടോ ഉണ്ടായത്. 1/2 കപ്പ് വീതം ചോറും തേങ്ങ ചിരവിയതും കൂടെ ചേർത്തിട്ട് ഉപ്പ് ചേർത്ത് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ മാവ് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മുട്ടയപ്പൊക്കെ ഉണ്ടാക്കാൻ മാവ് ഉണ്ടാക്കില്ല, ആ ഒരു രീതിയിലാണ് മാവ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കണ്ടോ, ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മുടെ പപ്പടം ചേർത്തുകൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ചോറും തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്.
നല്ല ചൂടുള്ള എണ്ണയിലേക്ക് നമുക്കിതാ ഇതുപോലെ കോരി ഒഴിച്ച് നമുക്കിത് ചുട്ടെടുക്കാം. നല്ല ആരൊക്കെ എടുത്ത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. വൈകുന്നേരം ചായയുടെ കൂടെ വെറുതെ കഴിക്കാനാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനാണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. കറി കൂട്ടി വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഉണ്ടാക്കി കഴിക്കാം, അല്ലെങ്കിൽ ചായയുടെ കൂടെ വെറുതെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇതുപോലൊരു അപ്പം ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ മുട്ടയൊക്കെ ചേർത്ത് മുട്ടയപ്പം ഉണ്ടാക്കില്ല, അപ്പോൾ അതിന് പകരമായിട്ടാണ് നമ്മൾ പപ്പടം ചേർത്തിട്ടുള്ളത് കേട്ടോ. പപ്പടം ചേർത്തുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു ഓവറായിട്ട് സോഫ്റ്റ്നെസ് കിട്ടും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഉഴുന്ന് വെച്ചിട്ടല്ലേ പപ്പടം ഉണ്ടാക്കുന്നത്, അപ്പോൾ ആ ഒരു പപ്പടം ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലൊരു അപ്പം ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഞാൻ കാണിച്ചു തരാം. നല്ല പോലെ ആരൊക്കെ എടുത്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മാവ് കൂട്ടി വെക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തതല്ലേ, എന്നാലും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്, നമ്മൾ തൊലിയോട് കൂടെ കഴിക്കുന്ന ഫ്രൂട്ട്സ് ഇല്ലേ, ഇതുപോലെ മുന്തിരി, ആപ്പിൾ, അതൊക്കെ നമ്മൾ ആദ്യം നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ ഒരുവിധം അതിലുള്ള ആ ഒരു പുറമേ തളിക്കുന്ന വിഷാംശമൊക്കെ ഇല്ലാതാക്കാൻ പറ്റും കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ട് ഒരുപാട് സമയം വെക്കരുത് കേട്ടോ, അരമണിക്കൂറൊക്കെ വെക്കരുത്. കാരണം ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. കാരണം ഒരുപാട് സമയം വെച്ചാൽ ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് ഇതിൽ മുന്നിട്ട് നിൽക്കും കേട്ടോ, അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഒരു സുഖം കിട്ടില്ല. പിന്നെ ഉപ്പും അതുപോലെ തന്നെ ഒരു 10 മിനിറ്റ് ഇതുപോലെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നല്ല രീതിയിൽ കഴുകിയെടുത്ത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു സ്ക്വാഷ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മുടെ കുക്കിംഗ് ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, വേണ്ടവർക്ക് ലിങ്ക് താഴെ കൊടുക്കാം. പിന്നെ നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്, നമ്മൾ മത്തിയൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് ടിപ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ മത്തി ക്ലീൻ ചെയ്യുന്ന. അപ്പം നമ്മളിതുപോലെ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് അതിൻ്റെ ചെതുമ്പൽ കളയുകയാണെങ്കിൽ ചെതുമ്പലൊന്നും പുറത്തേക്ക് തെറിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ഇതിപ്പോൾ ഇതിൽ നിറച്ചും മീനുള്ളതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ മുക്കിയെടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് വെള്ളം ഇങ്ങനെ തെറിക്കുന്നത് കാണുകയാണ് കേട്ടോ. ഇതിന് മുമ്പ് ഞാൻ മത്തി ചെതുമ്പലൊന്നും തെറിക്കാതെ ചെയ്യുന്ന 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ട്രൈ ചെയ്തിട്ട് ഒരുപാട് പേര് നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൻ്റെ താഴെ കാണുന്ന പേര് നമ്മുടെ റംഷീസ് ടിപ്സ് ബുക്ക് എന്ന് കാണുന്നില്ലേ, അതിൻ്റെ സൈഡിൽ എൻ്റെ ഒരു ഫോട്ടോ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ മുകളിൽ ഹോം വീഡിയോസ് എന്ന് കാണും. ആ വീഡിയോസിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് മൊത്തത്തിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിലുണ്ടാവും. ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മൾ മത്തി ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ വെള്ളം മാത്രമായിട്ട് ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ മുക്കിയിട്ട് ഇതുപോലെ ചെതുമ്പൽ കളഞ്ഞെടുക്കുകയാണെങ്കിൽ പുറത്തേക്കൊന്നും തെറിക്കൂല കേട്ടോ. ഞാനൊക്കെ നേരിടുന്ന വലിയൊരു പ്രശ്നമായിരുന്നു ഈ ഒരു ചെതുമ്പൽ തെറിക്കുക എന്നുള്ളത്. അവിടെ ഇവിടെയൊക്കെ പോയി ഒട്ടിപ്പിടിച്ചിട്ട് പിന്നെ അത് വൃത്തിയാക്കി എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം ഫ്ലാറ്റിലൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും, മറ്റേ നമുക്ക് പുറത്തൊക്കെ ഇരുന്ന് ക്ലീൻ ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവില്ല. ഇതിന് മുമ്പ് നമ്മൾ വേറെ ടിപ്സും ചെയ്തിട്ടുണ്ട് കേട്ടോ ചെതുമ്പൽ തെറിക്കാതെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കത്തി പോലെ യൂസ് ചെയ്യാതെ മത്തി വൃത്തിയാക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, ചെതുമ്പൽ കളഞ്ഞെടുക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതാ കത്തി വെച്ചിട്ട് ക്ലീൻ ചെയ്തത് ഞാൻ കണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ചെതുമ്പലൊക്കെ വെള്ളത്തിൽ തന്നെ ഉണ്ടാവും, പുറത്തേക്കൊന്നും തെറിക്കൂല. പിന്നെ ചെറിയതായി ഇതുപോലുള്ള ബൗളുകൾ ഉണ്ടാവില്ലേ, അത് വെച്ചിട്ടും വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഉള്ളിലേക്കാണ് ചെതുമ്പൽ തെറിക്കുക. എനിക്ക് തോന്നുന്നു വെള്ളത്തിൽ മുക്കി ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് കേട്ടോ. ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല അഴുകിയ മീനൊക്കെ ആണെങ്കിൽ പൊട്ടാതെ കിട്ടും കേട്ടോ, മൂർച്ചയില്ലാത്തതായതുകൊണ്ട്. ഇന്ന് കാണിച്ച ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്